അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാ. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. ഞെരുക്കങ്ങളെ വഴിമാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മുഴു ലോകത്തെയും സ്നേഹിച്ചു. ദൈവം ഒരു മതവിഭാഗത്തിൻ്റെ ദൈവമല്ല. ദൈവം സർവമാനവരാശിയുടെയും. യേശുവിൻ്റെ ജനനത്തിൽ ഇങ്ങനെ പറഞ്ഞു: സർവജനത്തിനുമുള്ള മഹാസന്തോഷം. അപ്പോൾ യേശു ക്രിസ്തു വന്നത് ഒരു വിഭാഗം ജനത്തിനു വേണ്ടിയല്ല, മുഴു ലോകത്തിനു വേണ്ടിയും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. യേശു കാൽവറി യാഗമായത്, തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും ചൊരിഞ്ഞത് ഒരു ക്രിസ്തീയ സഭ സ്ഥാപിക്കാൻ വേണ്ടിയല്ല, പകരം നശിച്ചു പോകുന്നവരെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ, നിത്യ ജീവൻ പ്രാപിക്കേണ്ടത്. നിത്യജീവൻ എന്ന് പറയുന്നത് മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും യോഹന്നാൻ സൂചിപ്പിക്കുന്നുണ്ട്. അത് മരണശേഷം നാം കർത്താവിനോടൊപ്പം. ഇവിടെ നിത്യജീവൻ നശിച്ചു പോകാതെ നിത്യജീവൻ ഇവിടെ ഈ ലോകം മുതലേ നാം പ്രാപിക്കുകയാണ്. നിത്യജീവനിലേക്ക് യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകും. ആ ദൈവരാജ്യത്തിലേക്ക് വരുന്നു. ആ നിത്യജീവൻ്റെ അവകാശിയായി തീരുന്നു. ആ അവകാശത്തിൽ നിന്ന് പിന്നെ മാറിപ്പോകത്തില്ല. നമുക്ക് ധൈര്യത്തോടെ ഏത് സമയത്ത് കൃപാസനം മുമ്പാകെ വരാം. അബ്ബ പിതാവേ എന്ന് വിളിക്കേണ്ടത് സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ തരികയാണ്. പക്ഷെ രക്ഷയ്ക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ദൈവം വെച്ചൊരൊറ്റ വഴിയുള്ളൂ. അത് യേശു ക്രിസ്തു എന്ന ഏക വഴിയിലൂടെയാണ്. അതാണ് തൻ്റെ ഏകജാതനായ പുത്രൻ. അതാണ് മാനവരാശിക്ക് ഒരിക്കലും വിശുദ്ധനായ ദൈവത്തിൻ്റെ ഒരിക്കലേക്ക് അശുദ്ധനായി തീർന്നാടെ പ്രാർത്ഥനയോ നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ ഒന്നും പ്രവേശിക്കാൻ എത്തിപ്പെടാൻ കഴിയാഞ്ഞപ്പോൾ. ദൈവത്തിന് പ്രാർത്ഥനകൾ ഇഷ്ടമാണ്, പക്ഷെ ദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റുന്നില്ല. എന്താണ്? നമ്മുടെ നേർച്ചകളും കാഴ്ചകൾക്കും ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുന്നില്ല. കാര്യം എന്താ? ഒരശുദ്ധനായി ഒരു കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ നമുക്കൊരു ആപ്പിൾ കൊണ്ടു തരികയാണ്. ആപ്പിൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളത് സ്വീകരിക്കത്തില്ല എന്ന് പറയുന്ന പോലെ അശുദ്ധനായി തീർന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു യാഗം ആവശ്യമായി വന്നു. അത് നീതിമാനായ നിഷ്കളങ്കനായിരുന്ന സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന യേശു ക്രിസ്തു തന്നെ, പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ തന്നെ മുഴു ലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് ഇവിടെ വചനം പറയുന്നത്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നു. അതിന് ജാതി മതമൊന്നുമില്ല, ഏവരും ആര് വിശ്വസിച്ചാലും. ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, ഏത് വിശ്വാസത്തിൽ പോകുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ മതം മാറുക ഒന്നും വേണ്ട. ഏതൊരാൾ യേശുവിൽ വിശ്വസിച്ചാൽ, നീ വേറെ വചനമുണ്ട്, കർത്താവായ യേശുവിൽ നീ ഒരൊറ്റ ഒരാൾ വിശ്വസിച്ചാൽ മതി, നിങ്ങളുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടാം. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ നാശത്തിലേക്ക് പോകുന്ന വഴിയല്ല, രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുന്ന വഴിയാണ്. അതാണ് തുറന്നു പറയുന്നത്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടാൻ, ലോകം മുഴുവൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ മത്തായി എന്ന സുവിശേഷം രേഖപ്പെടുത്താൻ പറയാം, അവൻ മുഴു ലോകത്തെയും പാപങ്ങളിൽ രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ മശീഹായ, അഭിഷിക്തൻ. യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു വന്നത് നമ്മെ രക്ഷിക്കാൻ വേണ്ടി, മുഴു ലോകത്തെ രക്ഷിക്കാൻ. അത് പറയുകയാണ്, തൻ്റെ ഏകജാന പുത്രനിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നത്. ഒരു വിശ്വാസം മാത്രം മതി, പ്രവൃത്തിയല്ല അതിന് മുഖാന്തരം. നിങ്ങൾ ഇതൊന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ നശിച്ചു പോകത്തില്ല, പകരം നിത്യജീവൻ പ്രാപിക്കും. അതാ ദൈവത്തിൻ്റെ പദ്ധതി. അതിനുവേണ്ടി പിതാവാം ദൈവം നിങ്ങളെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും കുടുംബത്തെയും യേശു സ്നേഹിക്കുന്നു. നിങ്ങൾ ഏതവസ്ഥയിൽ പോകുന്ന ആളായിക്കോട്ടെ, ഏത് മഹാഭാവി ആയിക്കോട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു, മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേൽക്ക് ജീവിക്കുന്നു. നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കാൻ യേശുവിന് കഴിയും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിൽ ഇവർ വിശ്വസിച്ചാൽ ഒരിക്കലും ഇവർ നശിച്ചു പോകത്തില്ലെന്നും നിത്യജീവൻ അവർക്ക് ലഭിക്കുമെന്നും അതിനുവേണ്ടിയാണ് ദൈവം ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ച് തൻ്റെ ഓമനപുത്രനെ അയച്ച എന്നുള്ള സത്യം ഹൃദയം തുറന്ന് വിശ്വസിക്കാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കിടയാവട്ടെ. ഇവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു വിഷയങ്ങളും ഇത് ദൈവം കൊടുത്തതല്ലെന്നും യേശു കൊടുത്തതല്ലെന്നും ഇവരെ വിധിക്കാനല്ല യേശു വന്നതെന്നും ഇവരെ രക്ഷിക്കാനാണ് വന്നെന്നുള്ള ആ സത്യം തിരിച്ചറിയാൻ കർത്താവെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർഹപ്പെട്ട കുഞ്ഞാണ് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാ. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ.